എന്റെ മുതഅല്ലിമീങ്ങളും അല്ലാത്തവരും അറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ കൂട്ടായ്മ സ്വർഗത്തിലും മഹ്ശറയിലും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു കൂട്ടായ്മയാക്കി മാറ്റി തരുമാറാകട്ടെ. നല്ല നിയ്യത്ത് മാത്രം മതി. ബാപ്പാക്ക് ഉമ്മാക്ക് മക്കള് അനുസരിക്കൽ എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യവും വലിയൊരു തൗഫീഖും വലിയൊരു മുതലാണത്. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ചോദിച്ചല്ലോ, മകനെ, അള്ളാഹു ആവുന്ന റബ്ബ് എന്നെ അറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോ മകൻ പറഞ്ഞ മറുപടി, യാ അബതിഫ് അൽ മാ തുഅ്മറു സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഉപ്പാ, നിങ്ങള് അള്ളാഹു ഏതാണോ നിങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്, അത് ഉപ്പ നടപ്പിൽ വരുത്തുക എന്ന് മകന്റെ മറുപടി. വാപ്പാക്ക് സമാധാനമല്ല. അള്ളാഹു തആലാന്റെ അരികത്ത് വാപ്പ കുടുങ്ങിപ്പോവും മകൻ സമ്മതിച്ചില്ലെങ്കിൽ. മകൻ സമ്മതിച്ചുകൊണ്ട് മകനും രക്ഷപ്പെട്ട് ഇബ്രാഹിം നബിയും രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ അരികത്ത് വലിയ പവറുമായി. എന്നിട്ട് ആ ചരിത്രത്തിൽ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെരടിയിൽ വെച്ചു കൊടുത്തുകൊണ്ട്, പണ്ട് കാലത്തൊക്കെ പെരടിയിലാണല്ലോ സാമാന ചരക്കുകളൊക്കെ ഏറ്റിക്കൊണ്ടുപോലെ, തലയിലല്ല. അങ്ങനെ അത് ഏറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് മിനയിലുള്ള ജബലി ഇസ്മായിൽ എന്ന് പറയും. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുത്ത മല എന്ന് ഹാജിമാർക്ക് കാണാം. അള്ളാഹ് നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ആ മലമ്മൽ ഇറക്കിയിട്ട് അവിടെ വെച്ചിട്ട് ആടിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുത്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന് എന്നിട്ട് അള്ളാഹ് പറഞ്ഞ്, ഖാലല്ലാഹു തആല ഫവ ഇസ്സതി വ ജലാലി, എന്റെ വീര്യത്തെയും എന്റെ വണ്ണ വളർമ്മത്തെയും തന്നെയാണ് സത്യം. ലൗ അന്ന ജമീഅൽ മലായികത്തി ഹമലു അലാ അയ്നാഖിഹിം, എന്റെ മലക്കുകൾ മുഴുവനും കൂടി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് മാത്രമല്ല എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് അവരെ പെരടിയിൽ ഓരോ ആടിനെ കൊണ്ടുവന്ന് ഫിദാ അല്ലഹു, ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പകരമായിട്ട് അറുക്കാൻ കൊണ്ടുവന്നെങ്കിൽ ലമാകാന മുകാഫഅത്തൻ ലിഖൗലിഹി യാ അബതിഫ് അൽ മാ തുമറു സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അല്ലാഹു ആകുന്ന റബ്ബ് പറയുന്നു, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പാനോട് പറഞ്ഞല്ലോ, യാ അബതിഫ് അൽ മാ തുമറു, നിങ്ങൾ കൽപ്പന ഏതാണോ അത് നിങ്ങൾ നടപ്പിൽ വരുത്തൂ എന്ന് പറഞ്ഞ വാക്ക്, ആ വാക്കിന് പകരം ആവൂലായിരുന്നു എന്ന് എല്ലാ മലക്കുകളും അവരെ പെരടിമേൽ ആടിനെ കൊണ്ടുവന്ന് അറുക്കാൻ കൊടുത്താലും അവര് വാക്കിന് പകരം ആവൂലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് നോക്കണം മക്കളെ. അള്ളാഹു തആലാന്റെ വാക്ക്, അള്ളാഹു തആലാന്റെ ഇതിന്റെ വെയിറ്റ്, ഈ വാക്കിന്റെ യാ അബതിഫ് അൽ എന്ന മകൻ ഉപ്പയോട് പറഞ്ഞ വാക്കിന്റെ വെയിറ്റ്, അതിന്റെ കനോ അത്രക്കും വലിയതാണ്. അതായത് ഉപ്പാക്കും ഉമ്മാക്കുള്ള അനുസരണം, അവരെ തൃപ്തി, അവരെ പൊരുത്തം, അവരുള്ള സ്നേഹവും, അതാണ് ഏറ്റവും വലുത് എന്ന്. അതാണല്ലോ സ്വർഗം എന്ന് പറഞ്ഞത് ഉമ്മ ഉപ്പാന്റെ കാലിന്റെ ചോട്ടിലാണെന്നൊക്കെ മലയാളത്തിൽ പറയലുണ്ടല്ലോ. അപ്പൊ അള്ളാഹു തആല പറഞ്ഞത് ഫവ ഇസ്സതി വ ജലാലി, എന്നെ തന്നെയാണ് സത്യം. ഈ മലക്കൾ മുഴുവനും ജിബ്രീൽ എന്ന് മാത്രമല്ല അവരെ പെരടിമേൽ ഓരോ ആടിനെ കൊണ്ടുപോയി അറക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ വാക്കിന് പകരം ആവുകയായിരുന്നു എന്ന്. അത്രക്കും വലിയൊരു വാക്കാണ് യാ അബതിഫ് അൽ, അതായത് ഉപ്പാക്ക് മകന് അനുസരിച്ചു എന്ന് പറയുന്നത്. എന്നിട്ടാണല്ലോ അള്ളാഹു തആല അനുസരണത്തിന്റെ ബഹുമാനത്തിന്റെ ശക്തി കൊണ്ടാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെരടിമേൽ ഒരാടിനെ സ്വർഗത്തുനിന്ന് കൊടുത്തുകൊണ്ട് അറിവ് നടപ്പിൽ വരുത്തിയത്. അപ്പൊ അത് ബഹുമാനത്തിന്റെ പവറ. ഇപ്പൊ നമ്മളൊക്കെയും ഉമ്മൊപ്പമ്മയൊക്കെ അനുസരിക്കുന്ന, അതുപോലെ തന്നെ സ്വീകരിക്കുന്ന, അവരെ തൃപ്തി കയ്യിലാക്കുന്ന മക്കളെ കൂട്ടത്തിൽ നമ്മളൊക്കെ പെട്ടുകെട്ടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം സിദ്ധിച്ചവരിൽ നമ്മെ അള്ളാഹ് ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പിന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറുത്ത മലണ്ടല്ലോ മിനായിലല്ലേ, ആ മലക്കൊന്ന് കാണാനും അവിടെയൊക്കെ സിയാറത്തിനും അവിടെയൊക്കെ എല്ലാ കൂലികള് വാരിക്കൂട്ടാനുള്ള തൗഫീഖ് സാധുക്കളെ നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ഇറക്കുക. അസ്സലാമു അലൈക്കും.